പ്രശ്നം സാമൂഹ്യ പാരിസ്ഥിതിക പ്രത്യാഘാതത്തെ കുറിച്ചുകൂടെ പറഞ്ഞു. കാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നിരവധി പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, ഒരു ഉദാഹരണം പറയാം. ഇതിനുവേണ്ടി 1,00,000 വീട് ഒഴിപ്പിക്കേണ്ടി വന്നില്ല. 1,00,000 വീട് ഇടിച്ചു നിരത്തിയാൽ വീണ്ടും 1,00,000 വീട് നിർമ്മിക്കണ്ടേ? 1,00,000 വീട് നിർമ്മിക്കണമെങ്കിൽ രാജ്യത്ത് മണൽ വേണം, മണ്ണ് വേണം, കാറി വേണം, ബാക്കി എല്ലാ സാധനവും വേണ്ടേ? ഇതെവിടെ ഉണ്ടാവും? എവിടെ കിട്ടും? 1,00,000 വീട് നശിപ്പിക്കുന്ന സാധനം കൊണ്ടുവരാനും സ്ഥലം വേണം, 1,00,000 വീട് പുതിയതുണ്ടാക്കാനുള്ള പണം വേണം. ഞാൻ പറഞ്ഞത് ഒരിക്കലും സാധ്യമാകാത്ത തെറ്റായ വളരെ അപകടകരമായ വികസന നയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ജനങ്ങൾ അതിശക്തമായി എതിർക്കും. ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ പല ഭാഗത്തും വളരെ ശക്തമായി എതിർക്കും. നിങ്ങൾ 2ാം സ്ഥാനത്താണ്, 1ാം സ്ഥാനത്ത് നിങ്ങളല്ല. ഈ സമയത്തിന്റെ കാര്യത്തിൽ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി, കീഴൂർ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു കളക്ടറേറ്റ് മാർച്ചിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അവിടെ ചിങ്ങം 1-ന് കേരളം ഈ വർഷം കണ്ട ഏറ്റവും വലിയ മഴ അന്നായിരുന്നു. കാരണം ചിങ്ങം 1-നായിരുന്നു. ഇവിടെയൊക്കെ മഴ ദിവസം. ആ ചിങ്ങം 1-ന് 2500 പേർ, സ്ത്രീകളും കുട്ടികളും അടക്കം രാവിലെ 10 മണിക്ക്, ഞങ്ങൾ ഈ ഉദ്ഘാടനത്തിലേക്ക് ചെല്ലുമ്പോൾ അല്പം വൈകി ചെന്നാൽ മതിയോ എന്ന് കണക്കാക്കും. 3 എന്ന് പറഞ്ഞാൽ 3:30 അല്ല, അവിടെ 10 മണിക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പ്, ഞാൻ 10 മണിക്ക് 10:15 മുമ്പ് ചെന്ന് 10 മണിക്ക് മുമ്പ് 2000-ലധികം സ്ത്രീകളും കുട്ടികളും കളക്ടറേറ്റിന് മുമ്പിൽ ആ പെരുമഴയത്ത് നിൽക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായത് ഇപ്പൊ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മഴയത്ത് നിൽക്കേണ്ടി വരും. ആണ് പ്രശ്നം. ഇപ്പൊ ഇത്തിരി മഴയത്ത് നിന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മഴയത്ത് വെയിലത്തും നിൽക്കേണ്ടി വരും. കാരണം മുലപ്പിള്ളിയും കിനാലൂരും ഒക്കെ തകരുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്താണ് തുറവൂർ, കമാരി തുറവൂരിൽ ഇതുപോലൊരു പ്രോജക്ട് വന്നിട്ട് ആളുകൾ എതിർത്ത് തോൽപ്പിച്ച കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. കാരണം കൃഷിഭൂമിയും ആളുകളുടെ ഭൂമിയും ഒഴിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഞാൻ വലിയൊന്നും കിടക്കുന്നില്ല. ഒരു കാര്യം നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു കാര്യം, ഈ പ്രോജക്ട് മറ്റൊരു കാര്യം, ആരോ പുനരധിവാസത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് നല്ല രസമുള്ള പുനരധിവാസ ക്ലോസുകളൊക്കെയാണ്, അതിന് ഞാൻ പോകുന്നില്ല. വലിയ തട്ടിപ്പാകാമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പാക്കേജ് വേണ്ട, ഞാൻ അതിന് വിശദാംശമായി പോകാൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിതിൽ ഒരു തീരുമാനമെടുക്കണം. സമരസമിതി, ഈ സമരസമിതി മാത്രമല്ല, ഇപ്പൊ കോഴിക്കോട് കക്കോടിയിൽ വലിയ ഒരു പ്രകടനവും ജാതിയും നടന്നു. മൂക്കന്നൂരിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കാക്കനാട് ഭാഗത്ത്, ഞാൻ ജീവിക്കുന്ന കാക്കനാട് ഭാഗത്ത് കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി വരുന്നുണ്ട്. കേരളം മുഴുവൻ ഇതിന് വടക്കോട്ട് കാറ്റ് പിടിക്കുന്നതോട് കോഴിക്കോട് പിടിച്ചിട്ടുണ്ടാകുന്ന സ്ഥലത്ത് ഇനി ഇതിന്റെ സർവേക്കായി ആളുകൾ വരും. ഒരു കമ്പനി ഓരോ കമ്പനികളും ഒരു സർവേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സർവേക്ക് വരുമ്പോൾ തീർച്ചയായും എവിടെയെങ്കിലും കല്ലിടാനൊക്കെ ആളുകൾ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായി പറയണം ഇവിടെ യാതൊരു കല്ലും ഇടേണ്ടതില്ല എന്ന്. ഞാനിത് പറയാൻ കാരണം, ഈ എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട വലിയൊരു തർക്കം നടന്നപ്പോൾ അന്ന് ചർച്ച നടക്കും. ഞാനൊരു അനുഭവം പറഞ്ഞാണ്. തൃശൂർ ജില്ലയിൽ പാലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് പോയി. അവിടെ ഇതുപോലെ വന്നപ്പോ അവിടെ കുറെ സ്ഥലം ഭൂമി ഏറ്റെടുക്കുക. ആ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് സംഭവിച്ചെന്താ വെച്ചാൽ, ഈ മലയാളം അറിയാത്ത കുറെ ആളുകളാണ് ഇത് അളക്കാൻ പിടിക്കാനുള്ളത്. അപ്പൊ സ്ത്രീകൾ അത്ര വലിയ ഇംഗ്ലീഷൊന്നും സംസാരിക്കാറില്ലല്ലോ. പകൽ വരുമ്പോൾ സ്ത്രീകൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ 1-2 തവണ പോയി ചോദിച്ചു എന്താ കാര്യം നോക്കി ചോദിച്ചു. കുറച്ചിന്റെ പോയി സ്ത്രീകൾക്കൊന്നും മനസ്സിലായി, ഇവര് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. പിന്നെ ഡ്രൈവർ പറഞ്ഞു എന്തോ യൂണിവേഴ്സിറ്റി വരാനാണോ, യൂണിവേഴ്സിറ്റി വരെ ഇങ്ങനെ റോഡ് വന്നിട്ട് പോകണം, അതൊക്കെ മനസ്സിലായില്ല. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു ഇങ്ങനെ യൂണിവേഴ്സിറ്റി എന്തോ പ്രശ്നം രാവിലെ അടക്കാൻ വന്നു, വീട്ടിലിവിടെ തെങ്ങിനെ കാണിയടിച്ചിട്ടുണ്ട്, മഞ്ഞ മാർക്കിയിലുണ്ട്. അപ്പൊ പിറ്റേ ദിവസം സ്ത്രീകൾ കൂടി തീരുമാനിച്ചു, ഒരു തീരുമാനമുണ്ട്. അത് കഴിഞ്ഞ് അവർ ഓടി, പിറ്റേ ദിവസം അവർ ഓടി വണ്ടിക്കായി. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ എന്തോ പോലീസ് പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് നിങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചു. അപ്പോ ഞങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അപ്പൊ അയാളോട് ഇവിടെ ഒന്നും മണിയടിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞവരോട്. അപ്പൊ അയാൾ കേട്ടില്ല. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു വെച്ചാൽ ഈ പാത്രത്തിൽ ചാണകം കലക്കിയിട്ടില്ല, ചൂലുമായിട്ട് ചെന്നപ്പോ അതിന് ഇംഗ്ലീഷ് മനസ്സിലാവേണ്ട കാര്യമില്ല, എന്റെ കാര്യം മനസ്സിലായി. അവർ ഓടിയിരുന്നു. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഈ ഭാഷ എല്ലാവർക്കും മനസ്സിലാവില്ല, അതിന് ഇംഗ്ലീഷ് എന്താണെന്നും വേണ്ട, ബംഗാളിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ നിന്ന് പോയത്. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും ഞാൻ വേറെ കേട്ടോ, സഹോദരിമാർ നാളെ രാവിലെ ചാണകവും ചൂലൊക്കെ ആയിട്ട് വരുന്ന ആളുകളുടെ മേത്ത് അടിച്ചേക്കരുത്, ഞാൻ നീലണ്ട സാറ് പറഞ്ഞു എന്ന് പറയും. ഒരിക്കൽ ഒരു ഗവൺമെന്റിലെ മന്ത്രി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ട് അവിടെ കിനാലൂർ ചൂല് വെച്ചിരുന്നു. അതുകൊണ്ട് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞത് സഹോദരിമാരോടാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം ഏത് സമരത്തിലും ഇപ്പോൾ സ്ത്രീകൾ ഉറച്ചു നിൽക്കുന്ന സമരങ്ങൾ മാത്രമേ വിജയിക്കാറുള്ളൂ. കാരണം പുരുഷന്മാരെ എനിക്ക് വലിയ വിശ്വാസമില്ല. അവിടെ ചിലപ്പോൾ രാഷ്ട്രീയം വരാം, വേറെന്തെങ്കിലുമൊക്കെ വരാം, സ്വാധീനങ്ങൾ വരാം,
എന്നാലും നമുക്ക് അയാളത് പറയുമ്പോ എങ്ങനെയാ MLA വന്നിട്ട് MP വന്നിട്ട് എന്നൊക്കെ നമുക്ക് തോന്നാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. കാരണം വീട് പോയാൽ MLA വന്നാൽ MP വന്നാൽ അവരുടെ വീട്ടിലൊന്നും നമുക്ക് കയറി കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരൊക്കെ നിങ്ങളുടെ ഉണ്ടാവണം. നിങ്ങൾ പറയേണ്ടത് ഇപ്പോഴത്തെ ജനപ്രതിനിധികളുണ്ട്, അവരോട് എല്ലാവരും സൗമ്യമായി നമ്മളിത് പഠിക്കുക. ഈ ഒരു അപകടം വരികയാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇതിൽ കക്ഷി രാഷ്ട്രീയം, ജാതി, മതം അങ്ങനെ ഒരു വ്യത്യാസമില്ല. കാരണം വീട് പോയാൽ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും തെരുവിൽ ഒരുപോലെ കിടക്കും. വീട് പോയാൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും നായർക്കും മുസൽമാനും ഒരു പ്രത്യേകിച്ച് വ്യത്യാസമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോജക്ട് ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിലുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ ഓർക്കുക. ഇനി ഈ പദ്ധതിയുടെ പിന്നിൽ ആളുകൾ വരുന്നതിനുള്ള അഴിമതിയുടെ താല്പര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ട് ഏറ്റവും വലിയ താല്പര്യം ഇന്നലത്തെ വന്നിട്ട് ജപ്പാനിൽ നിന്നാണ് വായ്പ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോ എന്തിനാ ജപ്പാനിൽ വായ്പ മേടിക്കണേ എന്ന് ചോദിച്ചപ്പോ, കാരണം ജപ്പാൻ കമ്പനിയാണ് ഈ ഇത് കൊടുക്കണേ. അവർക്കിത് വിൽക്കാൻ പറ്റാണ്ടിരിക്കുക. ലോകത്തിലെവിടെ വിൽക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഈ ടി ബാലകൃഷ്ണൻ ഇന്നലത്തെ ടിവിയിൽ പറഞ്ഞു ലേറ്റസ്റ്റ് സാധനം തന്നെ. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് വന്നുകൊണ്ട് യാതൊരു വിരോധമില്ല. പക്ഷെ നമ്മുടെ ഭൂമി കൂടി വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. നല്ലതാണ്, പക്ഷെ ഇതിൽ വേണ്ട എന്ന് പറയാനുള്ള ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. തീർച്ചയായും നിങ്ങൾ ഈ മഴയത്തും ഇങ്ങനെ ഞായറാഴ്ച ടി വി ഒന്നും കാണാതെ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ആളുകളൊക്കെ പറ്റിക്കാൻ ടി വി ഇഷ്ടംപോലെ പണികളുണ്ട്. അതൊന്നും പോവാതെ എങ്ങനെ കോടീശ്വരനാകാനൊക്കെ കഴിഞ്ഞു. കോടീശ്വരനായ പിന്നെ വീട് പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ വിചാരിക്കേണ്ടാവും ചിലരൊക്കെ. ഇത് എപ്പോഴെങ്കിലും കിട്ടിയെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മളൊരിക്കലും കോടീശ്വരനാവില്ല. നമുക്കുള്ള മണ്ണും വീടും സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ സമരം ഇത് കേരളം മുഴുവൻ വ്യാപിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. വിവിധ ഭാഗങ്ങളിൽ ഇതിനെതിരായ പ്രതിഷേധം വരുന്നുണ്ട്. എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ശക്തമായി ഇതിനെ എതിർക്കണം. ഇതിൽ പാല് ഭരിക്കുന്നു, മുഖ്യമന്ത്രി ആരാണ്, പ്രതിപക്ഷത്ത് ആരാണ് എന്നും നമുക്ക് വിഷയമല്ല. കാരണം ഇത്തരമൊരു പദ്ധതി നമ്മളെപ്പോലെ ഒരു നാട്ടിൽ വരാൻ പാടില്ല. അതിനെതിരായി കിനാലൂരിലോ അതുപോലെ നിരവധി ഇടങ്ങളിൽ വളപ്പൽശാല മുതൽ കിനാലൂർ വരെ ഇപ്പോഴതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ജനങ്ങൾ നേരിട്ട് സമരം നടന്നിടത്ത് മാത്രമേ സമരം വിജയിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും വളരെ പരിമിതികളുണ്ട്. ഞാനവരെ കുറ്റം പറയില്ല, പരിമിതികളുണ്ട്. പക്ഷെ അവരോട് ആ പരിമിതി കടന്ന് നമ്മളോടൊപ്പം നിൽക്കാൻ പറയുന്ന തരത്തിൽ വളപ്പൽശാലയിൽ എല്ലാ പാർട്ടികളും സമരത്തിനൊപ്പം കോർപ്പറേഷനിൽ വന്ന് അതേ പാർട്ടിയുടെ തന്നെ ആളുകൾ സമരത്തിന് എതിരുണ്ട്. കാരണം ഒരേ പാർട്ടിയുടെ തന്നെ 2 കമ്മിറ്റികൾ അതൊക്കെ ഉണ്ടാവും. അതൊന്നും പേടിക്കേണ്ട. ഇവിടെ പിന്നെ അങ്ങനെയില്ല. 2 പഞ്ചായത്തുകൾ അതിന് മത്സരമൊന്നുമില്ലല്ലോ. തീർച്ചയായും ഇത് കടന്നു പോകുന്ന പ്രദേശത്തെ ജനപ്രതിനിധികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഈ ഭീമൻ രാക്ഷസ പദ്ധതിയെ തോൽപ്പിക്കാനാവും. നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. നന്ദി. നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു പുതിയ വികസനത്തിന്റെ കാഴ്ചപ്പാടുമായിട്ടാണ് അതിവേഗ റെയിൽവേ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് സംസാരിച്ച ശ്രീ നീരഞ്ജൻ സാർ സംസാരിച്ചില്ല. നമുക്കറിയാം, ചെറിയ ഓവർബ്രിഡ്ജുകളോ ചെറിയ റോഡുകളോ എന്നതുപോലെയല്ല വരാൻ പോകുന്ന അതിവേഗ റെയിൽവേ എന്ന് പറയുന്നത്. പറഞ്ഞു കേൾക്കും. അതിന്റെ വിശദമായ പഠനത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ വ്യക്തമായ ചർച്ചയിലേക്കുമില്ല. എന്തായാലും ആ പാത വരുന്നത്, ആ പാത കടന്നു പോകുന്ന ഭാഗത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് പാലക്കാട് മാത്രമല്ല, അത് സംസ്ഥാനത്ത് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങളുടെ ആ പാത കടന്നു പോകുന്ന ഭാഗത്തെ സമീപ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തൂര് ശ്രീ MP വിൻസന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ യോഗമൊക്കെ കൂടി ഇപ്പൊ നമ്മൾ പാർട്ടിയിൽ കൂടി. എന്തായാലും വികസനം നമുക്ക് നമ്മുടെ നാടിന്റെ വികസനം ആവശ്യമാണ്. എങ്കിലും അത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള വികസനം, ആ വികസനം നല്ലതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ നല്ലതും ചീത്തയും വശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ശക്തനല്ല എന്നുള്ളത് ഞാൻ അതിലേക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക്
ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർവനായ ശ്രീമാൻ KP ജോസഫ് മാസ്റ്റർ നിങ്ങൾ സംസാരിക്കുന്നത്. അഭിനന്ദനായ പ്രൊഫസർ ശ്രീ CR നീലാനന്ദൻ സാറ്, പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീ M. മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സുഹൃത്ത് ശ്രീ വിൻസെന്റ് അഗസ്റ്റിൻ, നമ്മുടെ ജനപ്രതിനിധി ശ്രീ ജോസ് മൈനാട്ടിപ്പറമ്പില്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അഭിനന്ദനായ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജനപ്രതിനിധികൾ, MP, MLA, 8 ജില്ലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ പങ്കെടുക്കൂ എന്ന് പറഞ്ഞു. കാരണം വികസനത്തിന് എതിരായിട്ടുള്ള ഒരു നീക്കം എന്ന് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തില് ഒരു പൊതുപ്രവർത്തകന് അതിൽ പങ്കുചേരാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസനം എന്നാൽ ഇന്ന് സമാധാനവും ശാന്തിയും ജനങ്ങൾക്ക് സംരക്ഷണവും സംതൃപ്തിയും